ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളുടെ തുടർച്ചയാണിത് കേട്ടോ. കുളത്തൂപ്പുഴ ബാലകനെയും ആര്യങ്കാവിൽ അയ്യനെയും കണ്ടില്ലേ? ഇനി നമുക്ക് അച്ചൻകോവിൽ അരശനെ ഒന്ന് കണ്ടുവരാം. ഈ 3 യാത്രകളും ഒരേ ദിവസമാണ് ഞങ്ങൾ ചെയ്തത്. ഇവിടേക്ക് എത്തുവാൻ പല മാർഗങ്ങളുണ്ട്. കോന്നി കല്ലേലി വനത്തിനുള്ളിലൂടെയും പോകാം, പത്തനാപുരം അലിമുക്ക് വനത്തിനുള്ളിലൂടെയും പോകാം. കോന്നി കല്ലേലി വഴിയുള്ള റോഡ് കുറച്ചൊരു മോശമാണ് എന്ന് കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ പത്തനാപുരത്തൂടെ പോകുന്നത്. വനത്തിനുള്ളിലൂടെയുള്ള യാത്ര നമുക്ക് ഭയങ്കരമായ ഇഷ്ടവുമുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ ഈ കാട്ടുമൃഗങ്ങളുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഒരു ഉൾഭയം നമുക്ക് തോന്നാതിരിക്കില്ല. അതുകൊണ്ടാണ് പതിവിൽ കൂടുതൽ എൻ്റെ ക്യാമറ ഷെയ്ക്കാവുന്നത്. അത് ക്ഷമിക്കണേ. പിന്നെ കഴിഞ്ഞ 2 വീഡിയോകളിലും ഞാൻ പറയാതിരുന്നൊരു കാര്യമുണ്ട്. ചുമ്മാ പറയുന്നതാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടതുവശത്ത് എൻ്റെ ഇടത്തെ ചെവിയുടെ അടുത്തായിട്ട് എന്തോ ചെറിയ കമ്പുകളിങ്ങനെ ഒടിയുന്നൊരു സൗണ്ട് കേട്ടിരുന്നു. അത് എന്താണ് എന്നൊന്ന് ആലോചിച്ച്, അപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ അതെന്താണെന്നൊന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും ഒരു ചിഹ്നം വിളിയും കേട്ടു. കുറേ ദൂരം അങ്ങ് ചെന്നിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിനും കണ്ടു കാട്ടാന. അപ്പോൾ ഞങ്ങളുടെ പുറകെ വന്ന വണ്ടിക്കാർ ചോദിച്ചു, ആനയെ കണ്ടില്ലായിരുന്നോ എന്ന്. സത്യം പറഞ്ഞാൽ അതൊരു പ്രത്യേക മാനസികാവസ്ഥയായിരുന്നു. ഭഗവാൻ കാത്തു എന്നല്ലാതെ എന്തു പറയുക. അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോയപ്പോൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, മയിലിനെ കണ്ടു. ആണിനെയും പെണ്ണിനെയും. ഇത് ആൺമയിലാണ്, തിരിഞ്ഞിരിക്കുകയാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല മഴയും ഉണ്ടായിരുന്നു. പ്രസിദ്ധമായ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടവും ഇതിനടുത്ത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ പാതയ്ക്ക് ഇടതുഭാഗത്തുകൂടെ ആറൊഴുകുന്നുണ്ട്, അച്ചൻകോവിൽ ആറ്. അതുപോലെ ചില ഭാഗത്ത് അരുവിയായും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാനായാണ് ഈ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വേണം സഞ്ചരിക്കാനെന്ന ബോർഡും സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാനം അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മുന്നിൽ എത്തി. ഇതാണ് അച്ചൻകോവിൽ അരശൻ്റെ ക്ഷേത്രം. മണ്ഡലകാലമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അച്ചൻകോവിലിൽ ശാസ്താവ് ഗൃഹസ്ഥനാണ്, വിഷഹാരിയാണ്, മഹാവൈദ്യനാണ്. ഇവിടെ പൂർണ്ണയെന്നും പുഷ്കലയെന്നും പേരായ പത്നിമാരോടൊപ്പമാണ് അദ്ദേഹം നിവസിക്കുന്നത്. സത്യകൻ എന്ന മകൻ്റെ സാന്നിധ്യവും ഇവിടെ ഉള്ളതായി പറയുന്നു. 18 പടികൾ കടന്നു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് ചെല്ലുവാൻ. 18 പടികളുടെ പ്രാധാന്യമൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയ നിഗ്രഹവും അതിനുശേഷമുള്ള 8 പടികൾ അഷ്ടരാഗ നിഗ്രഹം, അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന നമ്മളുടെ എല്ലാ സ്വഭാവങ്ങളും ഇല്ലായ്മ ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന 3 പടികൾ സത്വരജ തമോ ഗുണങ്ങൾ ഇല്ലായ്മയായതിനു ശേഷം 17ാമത്തെ പടിയാണ് അജ്ഞതയുടേത്. അജ്ഞതയിൽ നിന്നാണ് ജ്ഞാനത്തിലേക്കുള്ള 18ാമത്തെ പടി. അപ്പോൾ ഇവയെല്ലാം കടന്ന്, അതായത് ഒന്നിൻ്റെയും ഭാരമില്ലാത്ത ആ അവസ്ഥയിലാണ് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അതാണ് തത്വമസി എന്ന തിരിച്ചറിവ്. തത് ത്വം അസി, അത് നീയാകുന്നു, ഈശ്വരനും ബ്രഹ്മവും എല്ലാം നീ തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്ക് ശബരിമലയിലും കാണുവാൻ കഴിയുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു ഭാഗ്യമുണ്ടായി. അവിടെ കൊടിയേറ്റിന് സമയമായിരുന്നു. അപ്പോൾ താഴമൺ തന്ത്രി കണ്ഠരര് മോഹനര് ആണ്, അദ്ദേഹമാണ് ആ താഴെയിരുന്ന് പൂജ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത്. കൊടിയേറ്റ് കണ്ടാൽ കൊടിയിറക്കം കാണണമെന്നാണ്. പക്ഷേ ഞങ്ങൾ സന്ദർഭവശാൽ അവിടെ എത്തി. അപ്പോൾ അത് കണ്ടു തൊഴുതു എന്ന് മാത്രം. ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത് ആദ്യം കോടമലയിലായിരുന്നു. അവിടെ ഒരു ജന്മിയുടെ ഗർഭിണിയായ പശുവിനെ കാണാതെ പോവുകയും അപ്പോൾ അതിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരുവാൻ ഒരു മലയരയനെ നിയോഗിച്ചു.
അദ്ദേഹത്തിന് ഒരുപാട് സഞ്ചരിച്ചിട്ടും കാണാൻ പറ്റിയില്ല. വിശന്ന് തളർന്ന അദ്ദേഹത്തിന് മുന്നിൽ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടിട്ട്, ഈ നിവേദ്യച്ചോറ് നീ കഴിച്ചോളൂ, പകരം ഈ തങ്കവാൾ കൊണ്ടുപോയി അച്ചൻകോവിലിൽ ഏൽപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അവിടെ മേൽശാന്തിക്കും തത്സമയം ഒരു സ്വപ്നദർശനമുണ്ടായി. ഇതുപോലെ ഒരു തങ്കവാൾ വരുന്നുണ്ട്, അത് ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ. അങ്ങനെ കാന്തമലയിൽ നിന്നും കൊണ്ടുവന്ന ആ തങ്കവാൾ ഇന്നും ഇവിടെയുണ്ട്. ഉത്സവത്തിന് അത് എഴുന്നള്ളിക്കുന്നുമുണ്ട്. ശാസ്താവ് ഇവിടെ മഹാവൈദ്യനും വിഷഹാരിയുമാണ്. കാരണം ഏത് കൊടിയ പാമ്പിൻ വിഷത്തിനുമുള്ള പ്രതിവിധി ഇവിടെയുണ്ട്. അത്താഴപൂജ കഴിഞ്ഞാൽ പോലും നട തുറന്നിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഏത് അർദ്ധരാത്രിക്കും പാമ്പിൻ വിഷമേറ്റ ആളുമായി ഇവിടെ എത്തി കിഴക്കേ ഗോപുരവാതിലിലെ മണിയടിച്ചാൽ അകത്തുനിന്നും മേൽശാന്തി വന്ന് ശ്രീകോവിലിനുള്ളിലെ ശാസ്താവിൻ്റെ കൈക്കുള്ളിലെ ചന്ദനവും തീർത്ഥവും ചേർത്ത് ഈ വിഷമേറ്റയാളിന് സേവിക്കാൻ നൽകുകയും അത് വിഷം തീണ്ടൽ മാറിക്കിട്ടുകയും ചെയ്യുന്നതായി സമീപകാലത്ത് പോലും അനുഭവങ്ങളുണ്ട്. ക്ഷേത്രത്തിന് പുറകുവശത്തായാണ് കാവ്. മാമ്പഴത്തറ ഭഗവതി ഇവിടെ ദേശദേവതയാണ് എങ്കിലും ഭദ്ര രൗദ്രഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നു. അതീവ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ യഥാർത്ഥ ബിംബം 40 അടി താഴ്ചയിൽ മണ്ണിനടിയിൽ കമഴ്ത്തി കുഴിച്ചിട്ടിട്ട് അതിനു മുകളിലായാണ് കണ്ണാടിത്തറയിൽ 2 ബിംബങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. സന്തതി സൗഭാഗ്യത്തിനും ഗൃഹനിർമ്മാണത്തിനും ഒക്കെയായി ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. നാഗരാജാവ്, നാഗകന്യക, നാഗയക്ഷി, ഇങ്ങനെ ഒരുപാട് ഉപദേവതമാരും ഇവിടെയുണ്ട്. കാവിലെ ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം പോയി കുളിച്ചു വന്നിട്ടാണ് വീണ്ടും മേൽശാന്തി അകത്ത് ശാസ്താവിന് നിവേദ്യം സമർപ്പിക്കുന്നത്. ഇവിടെ എപ്പോഴും 2-3 മേൽശാന്തിമാരുണ്ടാവും. പാമ്പിൻ വിഷമേറ്റ് ഏത് സമയത്ത് വന്നാലും ഉണ്ടാവണമെന്നുള്ളത് കൊണ്ട് ഒരു മേൽശാന്തി ഇവിടെ രാത്രിയിൽ എന്നും ഉണ്ടാവും. കാവിനുള്ളിൽ ധാരാളം കുരങ്ങന്മാരുണ്ട്. അതുപോലെ തന്നെ തത്തയെ കൊണ്ട് ഫലം പറയിപ്പിക്കുന്നവർ, കൈനോട്ടക്കാർ ഇഷ്ടം പോലെയാണ്. അങ്ങനെ ഇതാണ് രഥം. ഉത്സവത്തിൻ്റെ 9ാം ഉത്സവത്തിൻ്റെ തേരോട്ടം വളരെ പ്രധാനമാണ്. അങ്ങനെ അച്ചൻകോവിലച്ഛൻ്റെ ഉത്സവം കൊടിയേറി. ഇനി 10 ദിവസം ഉത്സവത്തിൻ്റെ നാളുകളാണ്. എല്ലാ വർഷവും ധനു 1 മുതൽ 10 വരെ മണ്ഡലപൂജ ഉത്സവം. ആ സമയത്ത് തേരോട്ടം വളരെ പ്രധാനം. മകരമാസത്തിൽ രേവതി പൂജ, അന്നത്തെ പുഷ്പാഭിഷേകം വളരെ പ്രസിദ്ധമാണ്. ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്ന ഒരു ഉത്സവമാണിതെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്. തൊട്ടടുത്തായി തന്നെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ജന ശിലാവിഗ്രഹവുമുണ്ട്. ക്ഷേത്ര ദർശനങ്ങളെല്ലാം തന്നെ സുന്ദരമായ അനുഭവങ്ങളാണ്. ഇതാ നോക്കൂ, ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുപാടും പശ്ചിമഘട്ട മലനിരകളുടെ സുന്ദരമായ ദൃശ്യമാണ്. ഈ യാത്രയിലുടനീളം മഴ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയം മാത്രമേ മാറി നിന്നുള്ളൂ. എങ്കിലും പ്രകൃതിയെ തൊട്ടറിഞ്ഞ് കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര ഏറെ സുന്ദരമായിരുന്നു. വീണ്ടും മറ്റൊരു യാത്രാനുഭവം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.